Better place for better look. അടിമുടി മാറാൻ വടക്കാഞ്ചേരിയിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഇപ്പോഴിതാ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വടക്കാഞ്ചേരിയിൽ 30 years of legacy. All types of hair treatment, haircut, kids haircut, pedicure and manicure, dandruff treatment, bridal makeup and makeover. Better place for better look. Diana Beauty Care, Ashtapati Complex, Purayoram, വടക്കാഞ്ചേരി. Mobile number 9633592827. പരുത്തിപ്പുറയിലെ രൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കാത്ത നഗരസഭയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ കെ അബൂബക്കർ നിൽപ്പ് സമരം നടത്തി. ഇന്ന് കാലത്ത് പെയ്ത മഴയിൽ ഓടകൾ നിറഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. നിരവധി തവണ നഗരസഭയോട് പരിഹാരം ആവശ്യപ്പെട്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. പൊതുമരാമത്ത്, പോലീസ്, മാധ്യമങ്ങൾ എന്നിവർ സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും നഗരസഭാ ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളോ തിരിഞ്ഞു നോക്കിയില്ല. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. സമരം നഗരസഭാ കൗൺസിലർ SA ആസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നിൽപ്പ് സമരം ഈ പരുത്തിപ്പറ എന്ന് പറയുന്ന ചെങ്കോട്ടയിൽ ഈ പരിപാടി നടത്തേണ്ടി വന്നത്. ചെങ്കോട്ട എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ എല്ലാം അവരുടെ ഭരണകക്ഷിയുടെ കയ്യാളുകളായിട്ടുള്ള പ്രദേശമാണല്ലോ. ആ മേഖലയിൽ ഇന്ന് പെട്ടെന്ന് മഴ എന്നുള്ളത് പെട്ടെന്നല്ല, ഇന്ന് മഴയുണ്ടായപ്പോൾ 2 മണിക്കൂർ മഴയുണ്ടായപ്പോൾ ഈ പ്രദേശം ആകെ രൂക്ഷമായ വെള്ളക്കെട്ട് കൊണ്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഉണ്ടായ സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിഞ്ഞു നോക്കാൻ നാഥനില്ലാതെ വന്നപ്പോൾ, നഗരസഭ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട PWD ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ് തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ, പൊതുപ്രവർത്തകനായ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഈ പ്രദേശത്തിന്റെ കാനകളിലെ അഴുക്കുകൾ, മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ശ്രീ ബക്കർ ഈ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ഹൃദയഭാഗത്ത് മെയിൻ റോഡിൽ നിൽക്കുന്ന പരുത്തിപ്പുറയുടെ ചെങ്കടൽ എന്ന് വിശേഷിപ്പിക്കുന്ന സഖാക്കൾ ആ പ്രദേശത്ത് പരിശ്രമിക്കേണ്ടവരും ശ്രദ്ധിക്കേണ്ടതുമായ ആളുകൾ ശ്രദ്ധിക്കാത്തതിന്റെ ഫലമായി ഇവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിൽപ്പ് സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരുത്തിപ്പുറയില് വെള്ളക്കെട്ട് മാത്രമല്ല, ഇവിടെ ചണ്ടിക്കുളമുണ്ട്. പേരുകേട്ട പ്രമാദമായ ചണ്ടിക്കുളം. ആ ചണ്ടിക്കുളത്ത് 2015 ബുഷ്റയൊക്കെ കൗൺസിലറായിരിക്കുന്ന കാലഘട്ടത്തിൽ 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് 42 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അതിമനോഹരമായ സംരക്ഷണം നൽകിയ ആ കുളത്തെ വികൃതമാക്കുന്ന രീതിയിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് കോർപ്പറേഷൻ മേയറുടെ അഡ്മിനായിട്ടുള്ള ഈ ഫണ്ട് 20 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് വൻ അഴിമതി നടത്തിയിരിക്കുന്നു. എന്താ നടത്തിയിരിക്കുന്ന അഴിമതി? മണ്ണൊക്കെ റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വേണ്ടി ആ പരിസരത്തിലെ 3 ഭാഗം മണ്ണുകൾ എടുത്തതിന്റെ ഫലമായി ആ പ്രദേശത്തെ പാവപ്പെട്ട 3-4 വീടുകൾ, അവരുടെ മതിലുകൾ തകർന്ന് ഏത് നിമിഷവും വീടുകൾ തകരുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമാണോ ചണ്ടിക്കുളം, ഊട്ടുപാറ കുളവും ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ, സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുക. ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കാത്തതിന്റെ ഫലമായി ഈ പ്രദേശം മഴക്കാലമാ, മഴ ഒന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ ആരംഭിച്ച മഴയിൽ ഇന്ന് പാവപ്പെട്ട പാത്തുമാത്താടെ വീട്, പഴയ പഞ്ചായത്തിലെ ജീവനക്കാരിയായിരുന്ന മറിയക്കുട്ടിയുടെ വീടൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പൊ ഇതിനെ കണ്ണു തുറന്ന് കാണാത്തവൻ അവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് പെട്ടെന്നുള്ള ഒരു ദിവസത്തെ നിൽപ്പ് സമരം. ശ്രീ അബൂബക്കർ അദ്ദേഹം ഈ പ്രദേശത്തിന്റെ വികാരങ്ങളെ
വിഷയങ്ങളെ ഏത് സമയത്തും നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകന. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ നിറം നോക്കാതെ മുഖം നോക്കാതെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രദേശത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകന്റെ പിന്തുണ നൽകുക എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വിഷയം. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MJ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, ബുഷ്ര റഷീദ്, ജയമംഗലം, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് CV ജയൻ, PS രാധാകൃഷ്ണൻ, ജയ്മോൻ, ബിജു കൃഷ്ണൻ, K കൃഷ്ണകുമാർ എന്നിവർ പിന്തുണ പ്രഖ്യാപിച്ച് പ്രസംഗിച്ചു. ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു സമരത്തിലേക്ക് എന്നെ തള്ളിവിട്ടത് നമ്മുടെ നഗരസഭയുടെ നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് എന്നെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത്. വേനൽ മഴ വന്നപ്പോൾ തന്നെ പരുത്തിപ്പുറയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. ഇതിൻ്റെ ഗൗരവം PWDയിലും അതുപോലെ തന്നെ നഗരസഭയിലും അറിയിച്ചതിൻ്റെ ഭാഗമായി PWD വലിയ രീതിയിൽ തന്നെ കാനയിലെ മണ്ണും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രഥമ കേന്ദ്രങ്ങളായിട്ടുള്ള 2-3 സ്ലാബുകൾ പരുത്തിപ്പുറയിലുണ്ട് എന്നുള്ള വിവരം നഗരസഭയെ അറിയിക്കുകയും നഗരസഭയിൽ നിന്ന് ജോലിക്കാരെ വിട്ട് ജോലിക്കാരെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കാനയിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുക. വെള്ളം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞു പോയ നഗരസഭ പിന്നീട് ഒരു കാര്യം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ വിവരങ്ങളൊക്കെ നഗരസഭയെ ഞങ്ങൾ അടിക്കടി അതാസമയം ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങില്ല എന്ന രീതിയിലുള്ള നഗരസഭയുടെ നെറുകേട്, ആ നെറുകേടാണ് എന്നെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത്. ഇത് ഈ 2-3 കാനയിലെ മണ്ണ് മാലിന്യങ്ങൾ ഇതെല്ലാം തുടച്ചു നീക്കിയാലും ഈ വലിയ കുരുപ്പുര കുന്നത്തു നിന്നുള്ളതും പരുത്തിയപ്ര സ്കൂളിൽ നിന്നും ഒഴുകി വരുന്ന വലിയ രീതിയിലുള്ള വെള്ളം അത് ഒഴുകി പോകണമെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ട് തന്നെ അതിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇതിനൊന്നും നിലപാട് സ്വീകരിക്കാതെ നഗരസഭ യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിനാണ് ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നത്. ഇന്ന് ഞാൻ നഗരസഭയിൽ പോയിരുന്നു. ഇതിനെ ഗൗരവന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് ഇനി ശാശ്വതമായ ഒരു പരിഹാരത്തിന് ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും നഗരസഭയുടെ മുന്നിൽ നിരാഹാര സമരത്തിന് ഞാൻ നിർബന്ധിതനാകും. ഒരു കാരണവശാലും അത് പിന്തിരിയുന്ന കാര്യമില്ല. അവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും സ്വന്തം നാടിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഈ വെള്ളക്കെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ നഗരസഭയുടെ മുന്നിൽ നിരാഹാരം കിടക്കുമെന്ന് മാത്രം പ്രഖ്യാപിച്ചു. എനി ടൈം ന്യൂസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ